റോയിച്ച തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. പരാതി വരാൻ പോകുമെന്ന് കേൾക്കുന്നു, അറസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം ശബരിമലയുടെ വിഷയത്തിൽ നിന്ന് CPM രക്ഷപ്പെടാൻ കഴിയും? അല്ല, ഈ യഥാർത്ഥ പ്രശ്നങ്ങളെ മറയ്ക്കാൻ എല്ലാ കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, ഇത്തരം പൊടിക്കൈകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ്. പ്രത്യേകിച്ച് അതിന് പറ്റുന്ന ചാനലുകളെയും മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ച് അവർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു പതിവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2016-ലെയും 2021-ലെയും തിരഞ്ഞെടുപ്പ് കാലത്ത് CPM-ൻ്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത് സോളാർ കേസായിരുന്നു, ഇല്ലേ? സോളാർ കേസിനകത്ത് ആദ്യം പോലീസ് അന്വേഷണം നടത്തി, ഒന്നും തെളിവുകളൊന്നും ഇല്ലാന്ന് കണ്ടെത്തി. പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടത്തിയ അന്വേഷണത്തിനകത്ത് കാര്യമായ ഒരു തെളിവില്ലാന്ന് കണ്ടെത്തി. പിന്നീടാണ് ഒരു പരാതി എഴുതി വാങ്ങിച്ച് CBIക്ക് വിടുകയൊക്കെ. CBI അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്ര ഒരു ലൈംഗിക പീഡന കേസാണ് CPM-ൻ്റെ എല്ലാ കാലത്തും USP എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഒരു 2-3-4 മാസം മുമ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നു. അന്നും പരാതികളൊന്നുമില്ല, പല സ്ത്രീകളുടെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ കഥകളുടെ ഒരു കൂമ്പാരവുമായിരുന്നു. അതൊക്കെ വന്നു എന്നുള്ളതിന് അതേതാണ്ട് ഒരു കെട്ടടങ്ങിയ നേരത്താണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പഴയ പല്ലവി വീണ്ടും ആ പഴയ ടേപ്പ് ഒന്നുകൂടെ ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ മിനിഞ്ഞാന്ന് പുറത്ത് വന്നതെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ചാറ്റും, പിന്നീട് അത് അലസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഫോൺ സംഭാഷണങ്ങളും ഒക്കെയാണ് പുറത്തു വരുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ വസ്തുത എന്താണെന്നോ ആർക്കും ഇതുവരെ പോലീസോ അല്ലെങ്കിൽ ആരും പരിശോധിച്ചായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ആരോപണങ്ങളുടെ അപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് പരാതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അത് അന്നും ഇന്നും പറയുന്നുണ്ട്. ഈ അയാൾക്കെതിരെ എല്ലാവരും കുറ്റാരോപണങ്ങൾ നടത്തുമ്പോഴും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരാതികളൊന്നും ഉള്ളതായിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല. പോലീസിൻ്റെ ഒരു അന്വേഷണം, ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു വലിയ ടീം തന്നെ അന്വേഷിക്കുന്നു. 2-3 വനിതാ ഓഫീസർമാരും ബാക്കി അതിനു വേണ്ട അനുസാരികളെല്ലാം ചേർന്നുള്ള അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ പരാതികളൊന്നും കിട്ടിയതായിട്ട് ഇതുവരെയും ഒന്നും പുറത്തു വന്നിട്ടുമില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതി ഉണ്ടായിട്ട് വന്നതിൻ്റെ കഥകളോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകളൊക്കെ പുറത്തു വരുമായിരുന്നു. ഏതായാലും ഇപ്പം വരെ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ പരാതി ഒന്നും വന്നതായിട്ട് ഇല്ല, കേൾക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന എന്താണ്, നേരത്തെ പറഞ്ഞു കേട്ട കഥയുടെ അനുബന്ധ കഥയായിട്ട് വരുന്ന ഒന്നേ ഉള്ളൂ. നേരത്തെയും ഈ ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നതും അബോർഷൻ നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നതായിട്ടൊക്കെ അന്ന് ഇങ്ങനെ കേട്ടിരുന്നു. അല്ല, ഈ പറയുന്നവർക്ക് എപ്പോഴും പറയാനുള്ള ഒരു ആരോപണത്തിനെല്ലാം ശക്തി വരുന്നത് ഈ സംഭവങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടം നിഷേധിക്കുന്നില്ല എന്നാണ്. എന്റെ ശബ്ദമല്ല എന്ന് പറയുന്നില്ല, ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ല. അതിന് അയാൾ പറയുന്ന ഒരു ന്യായം, ഒരു വസ്തുതാപരമായി ഒരളവോളം ശരിയാണ്. അയാൾ പറയുന്നത് പോലീസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു, എൻ്റെ ശബ്ദമാണോ വേറൊരാളുടെ ആണോ എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടുപിടിക്കട്ടെ. ഇപ്പം ഞാൻ അതിനകത്ത് മുൻകൂറായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അയാൾ കണ്ടുപിടിച്ചിരിക്കുന്ന ന്യായീകരണം. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ പ്രധാന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതാണ് ആൾക്കാരുടെ ഇടയിൽ സംശയത്തിനിടയാക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി ഉണ്ടാകാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്? അത് ശരിയാണോ? നിങ്ങൾക്കൊരു വ്യക്തമായ പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് വരുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, അതൊക്കെ തന്നെ അതതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ കേവലം ഈ ശബ്ദങ്ങളും ചാറ്റുകളും പുറത്തു വിട്ടിട്ട് അതിൻ്റെ മേൽ ഈ കുറേ ചാനലുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രത്യാരോപണങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കുന്നത്. പിന്നെ കുറേ സദാചാര കക്ഷികൾ വന്നിരുന്ന് ന്യായങ്ങൾ പറയുന്നു. CPM-ന് വേണ്ടി കുഴലൂതുന്ന സദാചാരവാദികളാണ് വന്നിരുന്നത്. ഇയാൾ സൈക്കോപാത്താണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. എന്ത് ഇതായാലും നിങ്ങൾക്ക് അയാൾക്ക് ന്യായമായ രീതിയിൽ പ്രതിയാണെങ്കിൽ പോലും അയാൾക്ക് പ്രതി എന്നുള്ള നിലയിൽ കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ, ഭരണഘടനാപരമായ നിയമപരമായ ആനുകൂല്യങ്ങൾ അയാൾക്ക് കിട്ടാൻ അർഹതയുള്ളതാണ്. അത്തരം ഒരു അവസരം നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കാണ് ഈ ചർച്ചകളുടെ ഒരു പോക്ക് നടക്കുന്നത്. നിങ്ങൾ അയാൾ തെറ്റുകാരനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഭരണം ഇരിക്കുകയല്ലേ? നിങ്ങൾക്ക് പരാതി എഴുതി വാങ്ങിച്ച് നിങ്ങൾ അയാളുടെ മേൽ കുറ്റം ചുമത്തുന്നതിന് ആരാണ് തടസ്സം? കോൺഗ്രസ്സുകാരും തടസ്സം നിൽക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നതിനകത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ അതിന് എതിരൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഇപ്പോൾ പോലും. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വെറുതെ അന്തരീക്ഷത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ആൾക്കാരെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് CPM-നെ പിന്തുണയ്ക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പരാതി വന്നാൽ ഇതെല്ലാം മാറി. പരാതി ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് പരാതി ഉണ്ടാവുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യപ്പെടാൻ തയ്യാറാവുന്നില്ല. അതിന് പല ന്യായങ്ങളാണ് പറഞ്ഞത്. അവിടെ ഇവിടെ കേൾക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഇത് ശബ്ദത്തിൻ്റെയും ചാറ്റിൻ്റെയും പേര് വെച്ച് നിങ്ങളെങ്ങനെ ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത്? അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വസ്തുതാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുക്കുന്നതിന് ആരാണ് തടസ്സം? പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരാണ്, പിണറായി വിജയൻ നിയമിച്ച പോലീസും അവരുടെ അന്വേഷണ സംഘവും അന്തരീക്ഷത്തിലുണ്ട്,
ഇല്ലേ? അവരിതിനെക്കുറിച്ച് എല്ലാം ഇഴകീറി പരിശോധന നടത്തി എല്ലാം ഈ ഇരകളാക്കപ്പെട്ട അവരോട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത്. എന്തുകൊണ്ടാണ് അവർ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നത്? ഈ വരുന്ന ചെറിയ ചാറ്റുകളാണെങ്കിലും ഓടിയാണെങ്കിലും ഒരു കോൺഗ്രസിന് ഒരു ബാധ്യതയല്ലേ ഇത്? സാങ്കേതികമായി അയാൾ കോൺഗ്രസിന്റെ ഭാഗമല്ല. കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്ത്. അപ്പം അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസുകാർ ഉത്തരവാദിയല്ല. അവർ തുടക്കത്തിൽ തന്നെ അതിനകത്ത് അവരതിനകത്ത് ഒരു നടപടി സ്വീകരിച്ചു. കോൺഗ്രസ് ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തുനിന്ന് BJP-യുടെ ഭാഗത്തുനിന്ന് അത്തരം നടപടികളൊന്നും ഉണ്ടായ ഒരു കീഴ്വഴക്കം നമ്മുടെ മുമ്പിലില്ല. ഇപ്പം തന്നെ ശബരിമല കൊള്ളക്കേസിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാറിനെതിരെ പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. കുറ്റപത്രം സമർപ്പിക്കട്ടെ, അത് കഴിയാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതില്ല. അപ്പോൾ ലൈംഗിക പീഡന കേസിൽ പ്രതികളായിട്ടുള്ള മുകേഷിനെതിരെ എന്ത് നടപടിയാണ് എടുത്ത്? അല്ലെങ്കിൽ ആരോപണ വിധേയരായ P. ശശിക്കും BK ശശിക്കെതിരെ പാർട്ടി എന്ത് നടപടിയാണ് തുടക്ക സമയത്തിലെടുത്ത്? പിന്നീട് പരാതികൾ വരികയും ഒക്കെ ചെയ്തതിന് ശേഷം നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതുവരെ എന്താണ്? ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ നിരവധി പല ഉദാഹരണങ്ങളും പല പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ അതല്ല. ഈ ആരോപണം വന്നപ്പോൾ കേസ് പോലും വരുന്നതിന് മുമ്പാണ് കോൺഗ്രസ്സുകാർക്കെതിരെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും സസ്പെൻഡ് ചെയ്യുകയും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത്. അത് ഒരുപക്ഷേ കേരളത്തിൽ അങ്ങനൊരു പുതിയ പ്രവണത ഉണ്ടായതാണ്. അപ്പോൾ അത്രയും വരെ ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചു. അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇനിയും നിങ്ങളൊരു പരാതിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരാളെ ഇങ്ങനെ പുറകെ നടന്ന് വേട്ടയാടണോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. അത് ചാനലുകളും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും അല്ല തീരുമാനിക്കേണ്ടത്. അവിടെ ഇവിടെ ഒരു ശബ്ദത്തിൻ്റെ ക്ലിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് അത് പറഞ്ഞാൽ ഒരാളുടെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ ഒരു ന്യായമായ രീതിയാണോ എന്ന് നമ്മളിനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരാതിക്കാർ എന്തുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല? പരാതിക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? പരാതിക്കാർക്ക് എന്താണ് തടസ്സം? പരാതി കൊടുക്കുന്നില്ല. അതാണല്ലോ അറിയണ്ടേ. പോലീസ് സംവിധാനങ്ങൾ നിങ്ങൾക്ക് പരാതിക്കാരിക്ക് അനുകൂലമായി നിൽക്കുന്നു എങ്കിൽ പരാതി കൊടുക്കണം. പരാതി കൊടുത്ത് ഈ കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ഈ ക്രിമിനൽ അല്ലെങ്കിൽ സൈക്കോപാത്ത് എന്നൊക്കെ പറയുന്ന ആളിനെ എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കാൻ തയ്യാറാണ്? കേവലം ഈ ചാറ്റും ഇതും പുറത്തു വിട്ടതുകൊണ്ട് അയാളെപ്പോലുള്ള ഒരാൾ രക്ഷപ്പെട്ടു പോവുകയാണ് ഇല്ലേ? അയാൾക്ക് ഈ ഒരു വലിയ തോതിലുള്ള ഒരു കവർ കിട്ടുകയാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഒരു സംഘം ആൾക്കാർ, മാധ്യമങ്ങളും ഒരു സംഘം രാഷ്ട്രീയക്കാരും ചേർന്ന് വേട്ടയാടുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയും. ആ ഒരവസ്ഥ സൃഷ്ടിക്കാനാണോ ഇത് ചെയ്യുന്നതെന്ന് ഒരു സംശയമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിപരമായ കാര്യം നോക്കുകയാണെങ്കിൽ അയാളുടെ രാഷ്ട്രീയ കരിയറിൽ എപ്പോഴും ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ഇത് നിൽക്കല്ലേ. കാരണം അന്ന് ഒരു ആരോപണം വന്നു, കുറച്ചാൾ വീട്ടിൽ അടച്ചിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പതിയെ പാലക്കാടൊക്കെ ഒന്ന് സജീവമായി പാർട്ടിയിലേക്ക് ഒരു റീ എൻട്രിയുടെ സമയമായപ്പോൾ വീണ്ടും ആരോപണം വന്നു. ഇത് എപ്പോഴും പുള്ളിയുടെ നിലയിൽ ഒരു ഡമാസ്കസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കത്തില്ല. അല്ല, അതിനകത്ത് ഒരു കാര്യം എവിടെയാണെന്ന് വെച്ചാൽ 2-3 കാര്യം. അപ്പം അയാൾ പറയുന്നതിനകത്തൊരു ന്യായം ഉണ്ടാവാം. അതായത് പോലീസ് അന്വേഷണം നടക്കുന്നു, അതിനിടയിൽ കയറി ഒരു തീരുമാനം പറഞ്ഞ് കുഴപ്പത്തിൽ ചാടണ്ട. ചിലപ്പോൾ ഒരുപക്ഷെ അയാൾ തീരുമാനം പറയുമ്പോഴായിരിക്കും വീണ്ടും പരാതിയുമായിട്ട് ആൾക്കാർ രംഗത്ത് വരുന്നു എന്നുള്ളതായിരിക്കും അയാൾ വെയിറ്റ് ചെയ്യുന്നെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ സർക്കാർ ഇതിനകത്ത് പോലീസ് അന്വേഷണം ഒന്നുകിൽ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം, തെളിവുകൾ പരാതിക്കാർ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ കേസ് അന്വേഷണം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കേണ്ട ഒരു സമയം ആവുകയാണ് ഇല്ലേ? 6-7 മാസമായി ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു, പുതിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രചരണായുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു നെറികേടെന്ന് പറയുന്നത്. നിങ്ങളിതിനകത്ത് വസ്തുതാപരമായ ഒരു കാര്യം കിട്ടാതെ, ഒരു കേസിന് ഒരു പരാതി കിട്ടാതെ എത്ര നാൾ ഇതിങ്ങനെ വെച്ച് അന്തരീക്ഷത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കും? ഇപ്പോൾ നമ്മൾ സോളാറിൻ്റെ കാര്യത്തിൽ കണ്ട 2 തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രചരണമായത് സോളാറായിരുന്നു. സോളാറിൽ അത് ചെയ്തു ഇത് ചെയ്തു, പക്ഷേ ഒന്നും ഉള്ളി തൊലിച്ച പോലെ ആയിപ്പോയി. ഒന്നും പിന്നീട് കണ്ടെത്താനോ കഴിഞ്ഞില്ല, ഒരു ആരെയും ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ ആരോപണങ്ങളെല്ലാം തന്നെ തെളിവില്ലാത്തതാണെന്ന് CBI പോലുള്ളൊരു ഏജൻസി തന്നെ കണ്ടെത്തി കേസ് തന്നെ ഏതാണ്ട് പോവുകയൊക്കെ ചെയ്യുക. ഒരുപാട് അവകാശവാദങ്ങൾ പറഞ്ഞതാണ്. ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തുതാപരമായ ഒരു കാര്യം കണ്ടെത്താനാവാത്ത രീതിയിലായിട്ട് പോലും അതിന്മേൽ പിടിച്ചാണ് ഈ കേസ് അന്വേഷണങ്ങൾ മുന്നോട്ട് നടത്തുകയും പിടിക്കുകയൊക്കെ ചെയ്തു. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതേപോലെ ഇത് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. കാരണം അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പേരെ നിങ്ങൾ മാനസികമായി തകർക്കാൻ പറ്റും, കുറേ പേരെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി തകർക്കാൻ പറ്റും, കുറേ കുടുംബങ്ങളെ നിങ്ങൾക്ക് സംശയത്തിൻ്റെ നിഴലിലും അതേപോലെ തന്നെ അപമാനിക്കാനും ഒക്കെ കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിയുമ്പോൾ സ്ത്രീ പീഡന കേസുകൾ, യഥാർത്ഥ പീഡന കേസിലെ പ്രതികൾ തന്നെ രക്ഷപ്പെട്ടു പോവുകയാണ്. പലരും ഇത്തരം പീഡനങ്ങളോ അപമാനങ്ങളോ നടന്നാൽ
മുന്നോട്ട് വന്ന് പറയാൻ തയ്യാറാവാത്തതിൻ്റെ സാധനം. കാരണം ഇതിൻ്റെ ഒരു ട്രോമ വലിയ രീതിയിലുള്ളതാണ്. ഇത് ഈ മാധ്യമങ്ങൾ വലിച്ചിട്ട് അലക്കുന്നു. ഈ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട കേസുകൾ വലിയ തോതിൽ അലക്കുകയും അത് തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശത്തിനകത്ത് പ്രധാന നിർദ്ദേശം എന്താണ്? വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല. ഇത് വ്യക്തിപരമായ അധിക്ഷേപം ഇവിടെ ഒരു വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അത് ഉപയോഗിച്ച് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു, അത് ഉപയോഗിച്ച് അയാൾക്കെതിരെ ഉപയോഗിക്കുന്നു, ഒക്കെ നടക്കുകയാണ്. അപ്പം ഇത് പലതരത്തിലാണ് ഇതിൻ്റെ റിയാക്ഷൻസും റിപ്പർക്കഷൻസും ഉണ്ടാകുന്നത്. അത് എത്ര കണ്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ട. അപ്പം ഈ കോൺഗ്രസിനകത്ത് ഇതൊരു പ്രശ്നമാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും പറഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും UDF സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണത്തിന് വരരുത് എന്ന് പറയാനുണ്ടായ സാഹചര്യം പോലും ഉണ്ടാക്കിയത് അതുകൊണ്ട്. കാരണം അവർക്കെതിരെ ഒരു അപകടം മനസ്സിലായി. ഇയാൾ പോകുന്നിടത്തേക്ക് ശ്രദ്ധ മുഴുവൻ ഈ ലൈംഗിക പീഡന കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ മാറ്റിവിടും. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ വലിയൊരു സമരായുധമായും പ്രചരണായുധമായും ഉപയോഗിക്കുന്ന ഏതാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതിനകത്തു നിന്നുള്ള ശ്രദ്ധ മാറ്റിവിടുക, മാധ്യമ ശ്രദ്ധ മാറ്റുക എന്നുള്ളൊരു തന്ത്രം ഇതിന് പിന്നിലുണ്ട്. അതില്ലാന്നൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരുടെ ഇത് കാണുമ്പോൾ അറിയാം. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലൈംഗിക പീഡന കേസ് ഉണ്ടാകുന്നു, ഒരു MLA-ക്കെതിരെ വരുന്നു എന്നൊക്കെയുള്ള മട്ടിലാണ് അവരതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഇതിനെക്കാട്ടിലും സ്വന്തം ഭാര്യ കൊടുത്ത പരാതികളൊക്കെ നിൽക്കുമ്പോഴാണ് പരാതിയും ആ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് മുകേഷിനെ പോലെ ഒരാൾക്ക് പാർട്ടി സീറ്റ് കൊടുക്കുകയും ജയിപ്പിക്കുകയും വീണ്ടും മത്സരിച്ച് ജയിപ്പിക്കുകയും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അദ്ദേഹത്തിനെതിരെ വന്ന പല പരാതികളുടെ അവസ്ഥ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കുറ്റപത്രം വരെ കൊടുത്തിട്ട് പോലും പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ തരാതരം പോലും ഉപയോഗിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കാര്യത്തിനകത്തൊരു വ്യക്തത വരുത്തേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രത്യേകിച്ച് CPM ആണ് എതിരാളികൾക്കെതിരെ ഇത് വലിയ തോതിൽ പ്രയോഗിക്കുകയും അതിന് നേട്ടം കൊയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കേസ് ഇതിനകത്തൊരു പരാതി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എത്ര നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടിയാണ്.